ബ്രോ 2025 ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു ബ്രോയുടെ കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഞാനിത് പറയുന്നത് ഇപ്പം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലൊന്നുമല്ല. ഞാൻ ഏപ്രിൽ മിഡോടുകൂടിയാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. ഇപ്പം മെയ് ജൂൺ പകുതിയായി. ഇപ്പം ഞാൻ FTMയുടെ ഒരു ഫണ്ട് അക്കൗണ്ട് ഫസ്റ്റ് ഫീസ് ഓൺലി പാസ്സായി. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഇപ്പം തന്നെ ഒരു പ്രീവിയസ് 1 ഇയർ ഡേറ്റ ഓൾറെഡി ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഏതൊക്കെ സിനാരിയോസ് ഇത് വർക്ക് ചെയ്യത്തില്ല, ഓക്കെ, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. അതായത് സംഭവം വർക്കിംഗ് ആണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പം ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായത്. ഞാൻ ഇതിന് മുന്നേ ഒരു 3-4 കോഴ്സ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം തന്നെ ഒരു എന്താ പറയുന്നത്, പഠിത്തം കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഒരു റിവ്യൂ അങ്ങ് പറയിപ്പിക്കും. ഓക്കെ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സപ്പോർട്ടും ഇല്ല, സ്ട്രാറ്റജി തൊട്ട് അത്ര പ്രോപ്പറായിട്ട് വർക്ക് ആകുമായിരിക്കും. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, ഇത്ര എഫക്റ്റീവ് ആൻഡ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി അല്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് അതുപോലെ ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഗോൾഡ് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ ആകെ ഒരു 100 കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബ്രോ പറഞ്ഞ ആ ഒരു റൂൾസ് വെച്ചങ്ങ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. എന്തായാലും പ്രോഫിറ്റബിൾ ആയിരിക്കും എൻഡ് ഓഫ് ദി മന്ത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ആയി. എന്തായാലും ആർക്കാണെങ്കിലും ഈ ഒരു കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഉറപ്പായിട്ടും.